ഹലോ അസ്സാം വലൈക്കും. എൻ്റെ പേര് അബൂബക്കർ. ഇവിടെ ഞാൻ വീഡിയോ ഫയൽസ് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ ഫയൽസ് കൺവേർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സോഫ്റ്റ്വെയർ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ എനി വീഡിയോ കൺവേർട്ടർ എന്ന ഫ്രീ വെർഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി എനി വീഡിയോ കൺവേർട്ടർ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. എനി വീഡിയോ കൺവേർട്ടർ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതിന് www.anyvideoconverter.com എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്യണം. ഓപ്പൺ ആകുന്ന പേജ് ഇതായിരിക്കും. ഇതിൽ തന്നെ നിങ്ങൾക്ക് എനി വീഡിയോ കൺവേർട്ടർ സോഫ്റ്റ്വെയർ ഇതിൻ്റെ ഫുൾ വെർഷനും വാങ്ങാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പേ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ വെർഷനും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് അതിൻ്റെ ഫ്രീ വെർഷൻ സോഫ്റ്റ്വെയറിനെ കുറിച്ചായിരുന്നു. ഇവിടെ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായി എനി വീഡിയോ ഫ്രീ വെർഷൻ എന്ന ഈ ലിങ്കിൻ്റെ ഇവിടെ ഡൗൺലോഡ് ലിങ്ക് 2 എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. കാരണം ഡൗൺലോഡ് ലിങ്ക് 1 എന്നത് എനി വീഡിയോ കൺവേർഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഓൾഡ് വെർഷനാണ്. ഡൗൺലോഡ് ലിങ്ക് 2 എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2.75 എന്ന വെർഷനാണ്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ലിങ്ക് 2 എന്ന ഈ വെർഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഈ വിൻഡോയിൽ സേവ് കൊടുക്കുക. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഡെസ്ക്ടോപ്പിൽ എനി വീഡിയോ കൺവേർട്ടർ എന്ന ഈ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്തു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആഡ് വീഡിയോ എന്ന ഒരു ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കൺവേർട്ടർ, സ്റ്റോപ്പ്, യൂട്യൂബ്, അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് മൊബൈൽ ഫോൺ, ഫ്ലാഷ് വീഡിയോ, കോമൺ യൂസ്ഡ് വീഡിയോ ഫോർമാറ്റ്, കോമൺ യൂസ്ഡ് ഓഡിയോ ഫോർമാറ്റ്, എങ്ങനെ പലതരം ഫോർമാറ്റ്സ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഫയൽസ് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ആഡ് വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ആ വിൻഡോയിൽ നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഏത് ഡ്രൈവിലാണോ നിങ്ങളുടെ ഫയൽസ് ഉള്ളത് ആ ഫയൽസ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഫോട്ടോ 2 എന്ന ഈ MPEG ഫയലിനെ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ഫയൽസ് അതിൻ്റെ ഡ്യൂറേഷൻ 3.34 സെക്കൻഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫോർമാറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ സൈസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫ്രെയിം റേറ്റ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇത് ഫയലിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ സബ് ഓപ്ഷൻസിൽ പോയി നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ ചേഞ്ചസ് ചെയ്യാം. അതുപോലെ വീഡിയോ ബ്രൈറ്റ്, വീഡിയോ ഫ്രെയിം റേറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ടൈമും സ്റ്റോപ്പ് ടൈമും ഒക്കെ ഇവിടെ സബ് ഓപ്ഷൻസിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് ഏത് വിധത്തിലാണോ ഈ ഫയൽസിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏത് വിധത്തിൽ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണം നിങ്ങളൊരു മൊബൈൽ ഡിവൈസിൽ പ്ലേ ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മൊബൈൽ MPEG-4 എന്ന ഈ ഫയൽസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കോഡ് ഇവിടെ ഷോ ചെയ്യുന്നതാണ്. ഉദാഹരണം ഇതിപ്പോൾ MPEG-4 എന്ന് ആണ് ഷോ ചെയ്യുന്നത്. നമ്മൾ വീണ്ടും ഫ്ലാഷ് വീഡിയോ ആണ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വീഡിയോ കോഡ് ഇവിടെ ചേഞ്ച് ആയിരിക്കുന്നതാണ്. നമ്മളിവിടെ MPEG-4 ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സൈസ് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ സൈസ്, ഈ വീഡിയോയുടെ ഒറിജിനൽ സൈസ് തന്നെ ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇവിടെ ഒറിജിനൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ 176/144 എന്ന ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ സൈസ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഫയലിട്ടും 34 സെക്കൻഡുമാണ് ഈ ഫയലുള്ളത്. ഈ ഫയലിൻ്റെ ചില പോർഷൻ മാത്രം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്താൽ മതി എങ്കിൽ അതും ഈ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഈ ഫയൽസിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയൽ ഇവിടെ പ്ലേ ആവുന്നതാണ്. അവിടെ സ്റ്റോപ്പ് ചെയ്ത്
ഏത് പൊസിഷനിലാണോ വേണ്ടത്, ഉദാഹരണം ഇവിടെ ഈ പൊസിഷനിലാണ് സ്റ്റാർട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ നിന്ന് എവിടെയാണ് വേണ്ടതെന്ന് അവിടെ വെച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ടു ട്രിം എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം എവിടെയാണോ അതിൻ്റെ എൻഡ് അവിടെ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ സ്റ്റോപ്പ് ടു ട്രിം എന്ന ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത്രയും സെലക്റ്റായ ഭാഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഏത് പോർഷനാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇവിടെ തീരുമാനിക്കാം. കട്ട് ചെയ്ത ഭാഗം കൺവേർട്ട് എന്ന ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റാറ്റസിൽ സോഫ്റ്റ്വെയർ കൺവേർട്ട് ആവുന്നതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ ഫയൽ ഒരു യൂട്യൂബിലാണ് നിങ്ങളുടെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ഫയൽസ് യൂട്യൂബിലാണോ ഉള്ളതെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ സോഫ്റ്റ്വെയറിലുണ്ട്. എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി യൂട്യൂബ് എന്ന ഈ ബട്ടൺസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പ്ലേ ആയി കിടക്കുന്ന ഈ ഫയൽസിൻ്റെ ഏത് വീഡിയോ ഫയൽസ് യൂട്യൂബിൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. URL എന്ന ഈ ലിങ്ക് സെലക്ട് ചെയ്യുക. ശേഷം കോപ്പി ചെയ്യുക. അതിനെ മിനിമൈസ് ചെയ്യുന്നു. ഇൻസെർട്ട് എന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ശേഷം ഓക്കെ. ഇവിടെ ഓൾറെഡി നമ്മുടെ ഒരു ഫയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ ഈ വിൻഡോ വന്നത്. ഇവിടെ എനി വീഡിയോ കൺവെർട്ടർ പ്രോ വെർഷൻ അവൈലബിൾ ആണ്, അപ്ഗ്രേഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നോ താങ്ക്സ് കൊടുക്കുന്നു. ഇവിടെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് യൂട്യൂബിൽ നിന്നുള്ള ഈ ഫയൽസ് റെഡി ഫോർ ഡൗൺലോഡ് എന്ന ഇതിലാണുള്ളത്. ഇവിടെ തന്നെ നമുക്ക് കൺവേർട്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ പെർസെൻറ്റേജാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയ ഫയൽസ് ഇത് ഈ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫയലിൻ്റെ ഒരു ഫോൾഡർ മൈ ഡോക്യുമെൻസിൽ എനി വീഡിയോ കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിൽ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ സബ് ഫോൾഡറായിട്ട് നമ്മൾ ഏതൊക്കെ ഫയൽസ് ആണോ കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ MPEG-4, MP3, MP4, അതുപോലെ തന്നെ MPEG-2, യൂട്യൂബ്, ഏത് വിധത്തിലാണോ ഞങ്ങൾ കൺവേർട്ട് ചെയ്തത് അതിനൊക്കെ ഓരോ സബ് ഫോൾഡറും ക്രിയേറ്റ് ആവുന്നതാണ്. MPEG-4 എന്ന ഈ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത Photo 2 MPEG-4 എന്ന ഈ ഫയൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഫയൽ ടൈപ്പും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ MPEG-4 ആക്ച്വലി ഇതൊരു MPEG-2 ഫയലായിരുന്നു. ഇപ്പോൾ അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം MPEG-4ലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈലിലോട്ട് ഇത് സേവ് ചെയ്ത് പ്ലേ ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫയലും ഇതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റായി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അത് തന്നെ കൺവേർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈ ഡോക്യുമെൻസിൽ MPEG-4 എന്ന സബ് ഫോൾഡറിൽ യൂട്യൂബിൽ നിന്നുള്ള വന്ന ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ഫയലും ഇവിടെ ഷോ ചെയ്യുന്നതാണ്.